നമസ്കാരം. പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോഴേ ഈ പഠന സഹായ ഉപകരണ വിതരണം എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ടായിരുന്നു. വളരെ നല്ല കാര്യം. കുറെ ബുക്കും പുസ്തകവും പേനയും പെൻസിലും എല്ലാം കുട്ടികൾക്ക് കൊടുക്കുന്ന കാര്യമാണ്. പക്ഷെ അന്ന് ഈ പരിപാടി നടത്തുന്ന സ്ഥലത്ത് ഇതിന് സംഘാടകരെ അവിടെ ഒരു ഫ്ലെക്സ് വെച്ചു. പാവപ്പെട്ട കുട്ടികൾക്ക് പഠന സഹായ ഉപകരണ വിതരണം. പലപ്പോഴും ഈ സാധനം വാങ്ങിച്ചിട്ട് കൈകൊണ്ട് വാങ്ങിച്ചിട്ട് തല കുടിച്ചാണ് ഞാൻ സ്റ്റേജിൽ നിന്നും ആൾക്കൂട്ടത്തിലേക്ക് നടന്നു പോയിട്ടുള്ളത്. കാരണം പിന്നീട് അങ്ങോട്ട് ഞാൻ പാവപ്പെട്ടവനാണെന്ന് ഞാൻ എന്നെ തന്നെ സ്വയം പരിചയപ്പെടുത്തി ഒരു ആത്മാഭിമാന പണയം വെച്ചാണ് ആ സ്കൂളിൽ ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത്. ഒന്ന് ഓർത്തു നോക്കൂ, നിങ്ങളുടെ കയ്യിൽ നിന്നും പരസ്യമായിട്ട് ഒരാൾ ഒരു സഹായം കൈനീട്ടി വാങ്ങിക്കുമ്പോൾ അയാൾക്കത് എത്രമാത്രം ഗതികെട്ടിട്ടാണ് അയാൾ ആ സാധനം ചെയ്യുന്നത്. ഈ ബോധമുള്ളതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ലൈഫ് മിഷൻ പദ്ധതി വഴിയുള്ള വീടുകൾക്ക് പോലും സർക്കാർ പദ്ധതിയുടെയോ സർക്കാരിന്റെയോ അല്ലെങ്കിൽ അത്ര യാതൊരുവിധ കെട്ടിക്കാഴ്ചകളും ഇല്ലാതെ പണിത് കൊടുക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരു വ്ളോഗിങ് കണ്ട്. ഒരു വ്ളോഗർ, ചാരിറ്റി വ്ളോഗറാണ്. അദ്ദേഹം ഒരു 10,500 രൂപ അരി സാധനം കൂടെ അമ്മച്ചിക്ക് വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്. ആ അമ്മച്ചി കണ്ണു നിറഞ്ഞ് കൈനീട്ടി ആ സാധനം വാങ്ങിച്ചിട്ട്, മോനെ അമ്മച്ചിക്ക് വലിയ ഉപകാരമായിടാ, പക്ഷെ മോനെ ആരോടും പറയണ, അമ്മച്ചിക്ക് നാണക്കേടാണെന്ന് പറഞ്ഞു തീർന്ന് ഈ അരി അടുക്കളയിൽ കൊണ്ടുപോയി വെച്ച് തിരിച്ചറിയുന്ന നേരം കൊണ്ട് 1 മില്യൺ വ്യൂസ് ആണ് ഉപയോഗിച്ചത്. അതൊക്കെ നമുക്ക് മനസ്സിലാക്കാം. വ്ളോഗേഴ്സിന്റെ സ്വാതന്ത്ര്യം, അതിനൊന്നും നമ്മളൊന്നും പറയുന്നില്ല. പക്ഷെ 1,500 രൂപ ഒരു വീഡിയോ ചിലവാക്കിയിട്ട് 25,000 രൂപയ്ക്ക് മോണിറ്റൈസ് കൂടെ ചെയ്തിട്ട് ഇതിനെ നീ ചാരിറ്റി എന്ന് വിളിക്കുന്നത് അതൊരു ബിസിനസ് അല്ലാതെ പോയി. ഞങ്ങളുടെ ഇടവകയില് ഈ കരൾ രോഗത്തിന്റെ ചികിത്സയ്ക്ക് കാശി വെച്ചപ്പോ 10 രൂപ കൊടുക്കാത്ത ഒരു പണക്കാരൻ കൊടുമരം പണിയാൻ 1 ലക്ഷം രൂപ കൊടുത്താണ് പള്ളിയെ സഹായിച്ചത്. കാരണം എന്താ? ഈ ചികിത്സിച്ച് ഭേദമാക്കിയ കരളിന്റെ മുകളില് പുള്ളിയുടെ പേരും വീട്ടുപേരും ഒന്നും എഴുതാൻ പറ്റത്തില്ല, പക്ഷെ കുടിമരത്തിൽ എഴുതാം. ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ടാകാം കർത്താവ് അന്നേ പറഞ്ഞത്, ഈ വലങ്കൈ ചെയ്യുന്നത് ഇടങ്കൈ അറിയരുത്. ഇന്നാണെങ്കിൽ കർത്താവ് അത് ഇങ്ങനെ മാറ്റി പറഞ്ഞാൽ, വലങ്കൈ കൊണ്ട് ചെയ്തിട്ട് ഇടങ്കൈ കൊണ്ട് നീ പോസ്റ്റ് ചെയ്യരുത്, അല്ല സ്റ്റാറ്റസ് എടുക്കുക പ്ലീസ്. നമ്മൾ ഒരാൾക്കൊരു പ്രൈസ് കൊടുക്കുന്നത് പബ്ലിക്കായിട്ട് തന്നെ കൊടുക്കണം. അത് വളരെ നല്ല കാര്യമാണ്. പക്ഷെ ഞാൻ പറഞ്ഞത് ഒരു പരസഹായം ചെയ്യുന്നത് പ്രൈവറ്റ് ആയിട്ടായിരിക്കണം.